ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. സായിക്കിൻ്റെ ജാനയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായ മാഹിയിലേക്കാണ്. മാഹിയിലെ ഏറ്റവും ആകർഷങ്ങളായ ഒന്നാണ് മാഹി പാലം. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. കണ്ണൂരിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് മാഹി പാലം. ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ. ഇതാണ് പ്രശസ്തമായ മാഹി പള്ളി കേട്ടോ. ഇവിടെ അങ്ങനെ ജാതി മതഭേദമന്യൊന്നുമില്ല, എല്ലാവർക്കും പോകാം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മാഹി പാർക്കിലാണ്. സായിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ബാബ പാർക്ക് എത്തിയോ എന്നൊക്കെ. സായിക്ക് പറയുന്നത് കേട്ടോളൂ. കടൽക്കാറ്റേറ്റ് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ മാഹി പാർക്ക്. അങ്ങനെ ഞങ്ങൾ സായിക്കും ചെയ്യാനും കൂടി മാഹി പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലും പുഴയും ഒന്നിച്ചുള്ളതാണ് കേട്ടോ മയ്യയിൽ പുഴ. ആ വൈകുന്നേരങ്ങളിൽ വരുന്നത് പ്രത്യേകതൊരു വൈബ് തന്നെയാണ് കേട്ടോ. വൈകുന്നേരമായതുകൊണ്ട് അവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സായിക്കും ചെയ്യാനും നേരെ പോയത് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. പക്ഷെ അവിടെ അവർ കളിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നു. പുഴയുടെയും കടലിൻ്റെയും ഭംഗി ആസ്വദിച്ച് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം ഇതിനേക്കാൾ ബെസ്റ്റ് വേറെ എവിടെയില്ല കേട്ടോ. വൈകുന്നേരമായതുകൊണ്ട് മയ്യയിപ്പേർക്ക് പ്രത്യേകതൊരു വൈബ് തന്നെയാണ് കേട്ടോ. പടിഞ്ഞാറ് നിന്നുള്ള സൂര്യൻ്റെ ഉദിപ്പും അതുപോലെ കടലും പോയി ഒന്നിച്ചുള്ള തിരമാലകളും അതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. സായിക്കും ചെയ്യാനും നേരെ പോയി അവിടെ പോയിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പിന്നെ ഇത് അവിടുന്ന് താഴെ നമ്മൾ പിന്നെ കുറച്ച് ദൂരം നടന്ന ശേഷമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങളത് കണ്ടു നോക്കൂ. സായിക്ക് പറഞ്ഞു, ബാപ്പ എനിക്ക് വെള്ളത്തിൽ കീഞ്ഞ് കളിക്കണം. സായിക്ക് പറയുന്നത് കേട്ടോളൂ. ജയൻ പിന്നെ അവൻ്റെ കലാപരിപാടികൾ തുടങ്ങി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഓൻ സായിക്കിനെ വിളിച്ചപ്പോൾ സായിക്ക് പോയില്ല. സായിക്ക് പറഞ്ഞു, ഞാൻ വരില്ല, എനിക്ക് കടലിൽ കളിക്കണമെന്നാണ്. അപ്പോൾ പിന്നെ സായിക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇരുന്ന് വെച്ചു. ആ കാണുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയാൻ ഓടുന്നത് കണ്ടപ്പോൾ സായിക്കിന് എന്താണെന്നറിയില്ല, അവനിക്ക് ഓടണം എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി. അങ്ങനെ അവൻ കുറച്ച് കുസൃതിയൊക്കെ കളിച്ചു. പിന്നെ രണ്ടാളും ഒരുമിച്ചിട്ട് ഓടാൻ തുടങ്ങി കേട്ടോ. പിന്നെ സായിക്ക് പിന്നെ ഫുൾ എനർജിയായി. അങ്ങനെ സായിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ തുടങ്ങി കേട്ടോ. കടൽ തീരത്ത് കൂടി സായിക്ക് ജയാനും കുറച്ച് നേരം ഓടി കളിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സായിക്ക് അവിടെ നിന്ന് വീണു. അപ്പോൾ പിന്നെ സായിക്ക് കുറേയൊക്കെ കരയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓന് പിന്നെ എനർജിയൊക്കെ വന്ന് പിന്നെ ഓൻ ഓടാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് നേരം നടന്നു കേട്ടോ. നമ്മുടെ കുട്ടിപ്പട്ടാൾ ഫുള്ള് സിംഗിളാണ് കേട്ടോ. അവരുടെ കളിയും അവരുടെ ചിരിയും ആ കടൽ തീരത്ത് കൂടിയുള്ള അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പിന്നെ സായിക്കും ജയാനും കാണിക്കുന്ന കുസൃതികളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയാൻ നേരെ അവിടെ നിന്ന് നേരെ ഓടുകയാണ് ഉണ്ടായിരുന്നത്. പടിഞ്ഞാറ് നിന്നുള്ള സൂര്യൻ്റെ ഉദിപ്പ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ നേരെ കുട്ടികളുടെ പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ കുറേ ആളുകൾ അവിടെ വരികയും കുറേ ആളുകൾ അവിടെ നിന്ന് പോകുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ കുട്ടികളുടെ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ പാർക്കെത്തി. അങ്ങനെ പിന്നെ സായിക്കും ജയാൻ്റെ പിന്നെ പെർഫോമൻസ് പിന്നെ പറയേണ്ടത് നിങ്ങൾ കണ്ടോളൂ. സായിക്കിനും ജയാനും വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സായിക്കും ജയാനും കളിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജയാൻ അതിൻ്റെ മേലെ ഇറങ്ങാനെന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ സായിക്ക് എന്ത് ചെയ്തില്ല, അത് പൊന്തിച്ചു. അപ്പോൾ ജയാനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നെ സായിക്ക് പൊന്തിച്ചു. അങ്ങനെ ഇറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അപ്പുറമുള്ള ഒരു ഏട്ടൻ വന്ന് അവനെ ഇറക്കി കൊടുത്തു. സായിക്കിനും ജയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൈഡിലൂടെയുള്ള ഊർന്നിറങ്ങലാണ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ഏറ്റവും കൂടുതൽ പാർക്കിൽ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ മേലെ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അവർക്ക് ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതിൻ്റെ മുകളിൽ കൂടി കയറിയും ഊർന്നിറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വന്നു. ആ കയറുന്ന രംഗങ്ങൾ കണ്ടോളൂ.
അതിൽ കയറാൻ ഏറ്റവും ഇഷ്ടം ജാന് തന്നെയാണ് കേട്ടോ. ജാനിന് 2 സ്റ്റെപ്പ് കയറി 3ാമത്തെ സ്റ്റെപ്പിന് അവനിക്ക് പേടിയായിരുന്നു കേട്ടോ. ജാൻ പിന്നെ അവിടുന്ന് നേരെ സ്ലൈഡിലേക്ക് ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. കുറച്ച് നേരം ഇപ്പോൾ അവന് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. പിന്നെ രണ്ടാളും കൂടിയിട്ട് അതിൽ കയറാൻ തുടങ്ങി. അപ്പോൾ ജാൻ കയറുന്ന കണ്ടപ്പോൾ ജായ്ക്കിനും അങ്ങോട്ട് കയറണം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ രണ്ടാളും കൂടി കയറുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയൻ മുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെ മുകളിലെത്തിയപ്പോൾ അവനിക്കൊരു ഒരു പേടി കുടുങ്ങി. അപ്പോൾ എങ്ങനെ കീയണമെന്ന് അവനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് അവനിങ്ങോട്ടേക്ക് തന്നെ ഇറങ്ങി വന്നു. ജായ്ക്ക് അന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്നിരുന്നു കേട്ടോ. ജായ്ക്കും ജയൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി സൈഡിൽ കൂടി ഊർന്നിറങ്ങാൻ തന്നെയാണ് കേട്ടോ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജയാനും ഒരു ചെറിയൊരു മോളുണ്ടായിരുന്നു. ആ മോളും കൂടി തമ്മിൽ ആടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ജായ്ക്കും ജയാനും കൂടി അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് സൈഡിൽ കൂടി ഊർന്നിറങ്ങാൻ തന്നെയാണ് കേട്ടോ വന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നും കളിച്ചു. പക്ഷെ അവർ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഒഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെ പിന്നെ ഇതിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ നേരെ സൈഡിൽ നിന്നും ഇറങ്ങി നേരെ പോയത് അതിൻ്റെ മുകളിലാണ് കേട്ടോ. അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 2 സ്ഥലങ്ങളാണ് കേട്ടോ. ഞാൻ നേരെ പോയത് അതിൻ്റെ മുകളിൽ കയറി കളിക്കാനാണ് കേട്ടോ. അങ്ങനെ അവൻ കയറി നേരെ സെൻട്രൽ ഭാഗത്തെത്തി കേട്ടോ. അപ്പോൾ സെൻട്രൽ ഭാഗത്ത് കയറിയിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നിന്നും ജായ്ക്കും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജായ്ക്ക് മുകളിൽ കയറാൻ അവന് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അവന് കയറുന്ന സമയത്ത് വീഴാൻ പോകുന്ന പേടിച്ച് അവിടെ തന്നെ നിന്നറിഞ്ഞു കേട്ടോ. ജയൻ പിന്നെ അവിടെ തന്നെ സെൻട്രൽ ഭാഗത്ത് തന്നെ ഇരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ അവൾ ഇറങ്ങി. അവർ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് അവർ കുറേ കളിച്ചു. പക്ഷേ ഊഞ്ഞാൽ ഒഴിവുണ്ടായിരുന്നില്ല. ജായ്ക്കും ജയനും ഊഞ്ഞാല് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ആ സൈഡിൽ കൂടി ഊർന്നിറങ്ങാൻ വേണ്ടി കളിച്ചു. കളിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കാറ്റും പുഴയുടെ ഭംഗിയും അതുപോലെ ഇവരുടെ ചിരിയും മാഹി പാർക്കിലെ വൈകുന്നേരങ്ങൾ സ്വർഗം തന്നെയാണ് കേട്ടോ. കൂട്ടുകാരെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മാഹി പാർക്ക് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.